ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സെലൻ ലേണിംഗ്. അനകൗൺസാണ് മക്കൾ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ടും ഇരിക്കല്ലേ. അപ്പൊ നമുക്ക് എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്താലോ. നമുക്കറിയാം നമ്മുടെ പരീക്ഷയുടെ മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് അധികം ദിവസങ്ങളുണ്ട്. അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഒരുപാട് കാലങ്ങളായിട്ട് പരീക്ഷയ്ക്ക് എക്സാമിന് നമുക്ക് ആവർത്തന വിരസത നമ്മൾ എത്രത്തോളം ആവർത്തിക്കുന്ന ചോദ്യം തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന്, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ ഏതൊക്കെയാണെന്നാണ്. ഒന്നാമതായിട്ട്, ഷേപ്പിംഗ് ഇന്ത്യ ആസ് എ യൂണിഫൈഡ് നാഷൻ. ഇന്ത്യനെ ഒരു യൂണിഫൈഡ് നാഷൻ ആക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇന്ത്യ നേരിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ വാസ് ഡിവൈഡഡ് എമംഗ് വാരിയസ് സ്റ്റേറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് നമുക്ക് പല സ്റ്റേറ്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് ആൻഡ് ദ ഇമ്മീഡിയറ്റ് ചാലഞ്ചസ് വാസ് ടു ഷേപ്പ് എ നാഷൻ ദാറ്റ് വാസ് യുണൈറ്റഡ് യെറ്റ് അക്കോമഡേറ്റീവ് ഓഫ് ദ ഡൈവേഴ്സിറ്റി ഇൻ അവർ സൊസൈറ്റി. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തല്ല, അതിന് മുന്നോടിയായിട്ട് തന്നെ പല പ്രവിശ്യകളായിട്ടും ഒക്കെ നമ്മൾ മദ്രാസ് പ്രവിശ്യ, അതേപോലെ തിരുവിതാംകൂർ എന്നൊക്കെ പറയാം, അങ്ങനെ പല വിഭജിച്ചായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യനൊക്കെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചേർത്ത് ഒരുമിച്ച് നിർത്തണം. അതേപോലെ തന്നെ നാനാർത്ഥത്തിൽ ഏകത്തുന്നവർ, അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടങ്ങളിലുള്ള എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്ത്യ നേരിട്ട ആദ്യത്തെ വെല്ലുവിളിയാണ്. രണ്ടാമത്തത്, എസ്റ്റാബ്ലിഷിംഗ് എ ഡെമോക്രസി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നോടിയായിട്ട് തന്നെ സ്വാതന്ത്ര്യ സമര നേതാക്കള് ആ സമയങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തത് ഡെമോക്രാസിനെ കുറിച്ചായിരുന്നു. ഒരു ജനാധിപത്യ രാജ്യം, ഇത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അതൊരു നിസ്സാരമായിട്ടുള്ള ആഗ്രഹമല്ല. കാരണം ജനാധിപത്യ രാജ്യം ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു ഇലക്ഷൻ നടക്കണം. ഇലക്ഷൻ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം, അതായത് റിച്ച് കൺട്രിയിൽ മാത്രം നടക്കുന്ന ഒന്നായിരുന്നു. അതും അവിടെയുള്ള സ്ത്രീകൾക്കൊന്നും വോട്ടവകാശം ഉണ്ടായില്ല. അങ്ങനെ ഇന്ത്യയിൽ എല്ലാവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വോട്ട് നടത്തുക, ഒരു ഇലക്ഷൻ നടത്തുക, ആ ഇലക്ഷനിലൂടെ ഒരു ജനാധിപത്യ രാജ്യം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. അടുത്തതോ, എൻഷുറിംഗ് ഡെവലപ്മെന്റ് ആൻഡ് വെൽബീയിങ്. ഇന്ത്യ എന്ന് പറയുന്നത് Indian polity made herself to achieve welfare goals with the evolvement of effective economic policies and eradication of poverty and employment. നമുക്കറിയാം മക്കളെ, നമ്മളെ രാജ്യത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരിക, എല്ലാവർക്കും വികസനം കൊണ്ടുവരിക, എല്ലാവർക്കും ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുക എന്ന് മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് റിസർവേഷൻ പോളിസികൾ കൊണ്ടുവരികയും ഈ അൺഎംപ്ലോയ്മെന്റും പോവേർട്ടിയും ഒക്കെ ഇല്ലാതാക്കാൻ ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് റിസർവേഷൻ പോലുള്ള പോളിസികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഒരു 3 വെല്ലുവിളികളും സ്വതന്ത്രാനന്തര ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോൾ ഇന്ത്യ നേരിട്ട വെല്ലുവിളിയാണ്. അടുത്തതിലേക്ക് നമുക്ക് പോകാം. കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷൻ. നമുക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഈ ഒരു എസ് എ ക്വസ്റ്റ്യൻ. ഇത് എസ് എക്ക് വരുന്നു കേട്ടോ, വരും എന്തായാലും. കാരണം പാർട്ടീഷൻ സംഭവിച്ചതിന് ശേഷം ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിന്റെ മധുരം മാത്രമല്ല നുകഞ്ഞിരുന്നത്, അതേസമയം വിഭജനത്തിന്റെ കയ്പ് നീരും കൂടെ, കണ്ണുനീരും കൂടെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഉപ്പുരസം കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വരും. ഡയറക്റ്റ് ആയിട്ട് പാർട്ടീഷന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞ ചില രീതിയിൽ ചോദിക്കും. അല്ലെങ്കിൽ ഇന്ത്യയുടെ വിഭജനം എന്ന് പറയുന്നത് ഒരുപാട് ഹൃദയങ്ങളുടെ വിഭജനം കൂടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ, ആ രീതിയിലൊക്കെ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഒരു ട്രാജിക് ആയിട്ടുള്ള ട്രാൻസ്ഫർ ആണ്. പെട്ടെന്ന് ഓൾറെഡി മുൻകൂട്ടി നിർദ്ദേശം കാര്യങ്ങളൊന്നും കൊടുക്കാതെ പെട്ടെന്നൊരു ട്രാജിക് ട്രാൻസ്ഫർ ആണ് നടന്നത്. അതേപോലെ തന്നെ കൺട്രിയിലുള്ള പല ആളുകളും എന്ത് ചെയ്തു, റെഫ്യൂജീസ് ആയിട്ട്. അപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിംസുകൾ, പാകിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ, ഈ 2 ഭാഗങ്ങളിലുള്ള ആളുകൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നു. മൈനോറിറ്റി, ഓരോ രാജ്യത്തെ മൈനോറിറ്റി വിഭാഗക്കാർ ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നു. റെഫ്യൂജി ക്യാമ്പുകളിൽ പോയി കിടക്കേണ്ടി വരുന്നു. ലാഹോർ, അമൃത്സർ, കൽക്കട്ട, ഇതൊക്കെ വർഗീയ ലഹളകൾ നടക്കുന്ന വേദികൾ, അഥവാ കമ്മ്യൂണൽ സോൺസ് ഉണ്ടാകുന്ന വേദികളായിട്ട് മാറി. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ കൊല്ലുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു. 80 ലക്ഷം ആളുകളോളം മക്കളെ എന്ത് ചെയ്തു, മൈഗ്രേറ്റ് ചെയ്തു. അതിൽ 10 ലക്ഷം ആളുകളെ വധിച്ചു. അല്ലാതെ 10 ലക്ഷം ആളുകളെ കൊന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കിപ്പം
ഇന്ത്യൻ എക്കോണമി മുഴുവനായിട്ട് തകർന്നു പോയൊരു സിറ്റുവേഷൻ ആണത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഇന്ത്യനെ ഹിന്ദു നാഷൻ ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയം. പിന്നെ പാർട്ടീഷൻ എന്ന് പറയുന്ന സമയത്ത് പാർട്ടീഷൻ ഒരു സിഖ് നാഷൻ വേണം എന്നുള്ള ഒരു ആവശ്യം കൂടി ആ സമയത്ത് ഉടലെടുത്തു. മഹാത്മാഗാന്ധി വധിക്കുന്നു, ഇതെല്ലാം മഹാത്മാഗാന്ധിയെ വധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നത്. അതായത് പാർട്ടീഷൻ ഇവിടെ പറയുന്നില്ലേ, പാർട്ടീഷൻ ഈസ് എ ഡിവിഷൻ ഓഫ് ഹാർട്ട്. ഒരുപാട് ഹൃദയങ്ങളുടെ വിഭജനം കൂടിയാണെന്ന് നടന്നിട്ടുണ്ടായത്. ഹിന്ദുസും മുസ്ലിംസും സിഖും ജൈനനും ബുദ്ധനും ഒരുമിച്ച് ജീവിച്ചൊരു നാട്ടിൽ എന്ത് ചെയ്യാണ് ഇങ്ങനെ പാർട്ടീഷൻ സംഭവിക്കുക. മുസ്ലിംസുകൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനും ഇന്ത്യക്ക് വേണ്ടി ഹിന്ദു രാജ്യം ആയിട്ട് ഇന്ത്യയും എന്ത് ചെയ്യുക ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മുഹമ്മദ് അലി ജിന്നയുടെ 2 നാഷൻ തിയറിയെ തുടർന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഇതെല്ലാമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് 2 നാഷൻ തിയറി എന്നുള്ളതും കൂടെ മനസ്സിൽ ആലോചിച്ച് വെക്കാം. ഓക്കെ, ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് മക്കൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇയർ ഓഫ് വൺ പാർട്ടി ഡോമിനൻസിലെ കോൺഗ്രസിന്റെ ആ ഒരു ഡോമിനൻസിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലുള്ള ചോദ്യം ചോദിക്കും. ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് എക്സ്ട്രോർഡിനറി സക്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദ്യം വരും കേട്ടോ. ഒന്നാമത്, കോൺഗ്രസിന് ഫ്രീഡം സ്ട്രഗിളിന്റെ ഒരു ലെഗസി പറയാനുണ്ടായിരുന്നു അല്ലെ, ഒരു പാരമ്പര്യം പറയാനുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം പറയാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോൺഗ്രസ് എപ്പോഴും മഹാത്മാഗാന്ധിയുമായിട്ട് ആ ഒരു പേരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. നെഹ്റുവിനെ പോലുള്ള ഒരു ലീഡർ ഉണ്ടായിരുന്നു. അതേപോലെ എല്ലാ രീതിയിലും സ്ട്രോങ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറൽ പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. നാഷൻ വൈഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതേപോലെ തന്നെ ആ സമയത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പോസിഷൻ പാർട്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് തന്നെ ഒപ്പോസിഷൻ പാർട്ടീസ് ആയിട്ടും ഭരണപക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലായിരുന്നു. ഒപ്പോസിഷൻ പാർട്ടീസ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എല്ലാ ആളുകളെയും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെയും അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളെയും ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോയിലേഷൻ ക്യാരക്ടർ കോൺഗ്രസിനുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവർക്കൊരു ബ്രോഡ് ആയിട്ടുള്ള മാനിഫെസ്റ്റോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ കോൺഗ്രസിനെ എന്തിലേക്ക് ഈ ഒരു 3 പൊതുതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണമായി മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു റിലേറ്റീവ് മെജോറിറ്റി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ് ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഒരു എക്സ്ട്രോർഡിനറി സക്സസ് ഉണ്ടായത്. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 5 ഇയർ പ്ലാൻ. ഒന്നെങ്കിൽ 5 ഇയർ പ്ലാൻ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്താ അത് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ 2 5 ഇയർ പ്ലാൻ, അല്ലെങ്കിൽ 2 5 ഇയർ പ്ലാനിന്റെ കമ്പാരിസൺസ് ചോദിക്കും. 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത് USSR എന്നാണ്. അത് ആലോചിച്ച് വെക്കാം. എന്താണ് 5 ഇയർ പ്ലാൻ എന്ന് പറയാം. അടുത്ത 5 വർഷത്തേക്ക് ഇന്ത്യയിലെ ഇൻകവും എക്സ്പെൻഡിച്ചറും റെക്കോർഡ് ചെയ്തിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. വരവ് ചെലവ് കണക്കുകൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് ആ ഡോക്യുമെന്റ് ആണ് 5 ഇയർ പ്ലാൻ, അടുത്ത 5 വർഷത്തേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് 5 ഇയർ പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനുമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ തയ്യാറാക്കിയത് ആരാണ്? നമ്മുടെ KN രാജാണ്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആരാണ്? PC മഹൽനോബിസ് ആണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് അഗ്രികൾച്ചറിനെയും സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇൻഡസ്ട്രീസിനെയും ആയിരുന്നു. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ആളുകൾക്കിടയിൽ സേവിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ലാൻഡ് റിഫോംസ്, പിന്നെ നമ്മൾ ഈ ഡാമുകൾ, ഇതെല്ലാം ഉണ്ടാക്കിയത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആയിരുന്നു. സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് നമ്മൾ മറ്റുള്ള ഇൻഡസ്ട്രീസ്, സ്റ്റീല്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അതേപോലെ ഫസ്റ്റ് 5 ഇയർ പ്ലാന് ഹാസ്റ്റ് ആൻഡ് സ്ലോലി, പതുക്കെ പോവുക എന്നുള്ളതാണ് മോട്ടോ എങ്കിൽ സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ മോട്ടോ എന്തായിരുന്നു? ക്വിക്ക് ട്രാൻസ്ഫോർമേഷൻ എന്നതായിരുന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഓൾറെഡി ഇതിനകത്തുണ്ട്, മിസ് പറഞ്ഞതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനും നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് ഗ്രീൻ റെവല്യൂഷൻ. സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? ഗ്രീൻ റെവല്യൂഷന്റെ 2 പോസിറ്റീവും 2 നെഗറ്റീവും ചോദിക്കും. അപ്പൊ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ നമുക്ക് നോക്കാം. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായ ഒരു റാപ്പിഡ് ഗ്രോത്ത് ആണ്, റാപ്പിഡ് ഡെവലപ്മെന്റ് ആണ് നമ്മൾക്ക് ഗ്രീൻ റെവല്യൂഷൻ എന്ന് വിളിക്കാം. ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ ആരാണ്? MS സ്വാമിനാഥനാണ് അല്ലെ. അതേപോലെ തന്നെ നമ്മൾ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു, ബെറ്റർ ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവന്നു, ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഗവൺമെന്റ് തറവില, നമ്മൾ ഇത്ര വിലക്ക് ഇത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അഗ്രികൾച്ചർ ലോണ്, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഫ്രീ ഇലക്ട്രിസിറ്റി ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എല്ലാ അഗ്രികൾച്ചർ മെർച്ചൻസിനും എൻകറേജ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ
മാറുന്നത് ഈ ഒരു ഗ്രീൻ റവല്യൂഷന്റെ സമയത്താണ്. അതിന്റെ പോസിറ്റീവിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അതേപോലെ ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് കൂടി വന്നു. സയന്റിഫിക് ഇറിഗേഷൻ ഫെസിലിറ്റീസ് അഗ്രികൾച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗവൺമെന്റ് തറവില കൂട്ടി, അതായത് ഫ്ലോർ പ്രൈസ് കൂട്ടി. ഒരുപാട് ലാൻഡ് റിഫോംസ്, ജമീന്ദാരി സിസ്റ്റം, അതിലുള്ള കാര്യങ്ങളൊക്കെ അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് പെസന്റ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ത് ചെയ്തു, അവിടെ ഉടലെടുത്തു. ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് റിച്ച് ആയിട്ടുള്ള ഫാമേഴ്സ് റിച്ച് ആയിട്ടും പുവർ ആയിട്ടുള്ള ആളുകൾ പുവർ ആയിട്ട് തന്നെ തുടരുന്നതിനും കാരണമായി. അതേപോലെ എക്കോണമിയിലെ ഒരു ഇഗ്നോർഡ് അതർ സെക്ടർ, ഇക്കോണമിയുടെ മറ്റുള്ള സെക്ടേഴ്സ് ഒക്കെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയി. പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശ് അവർ മാത്രമാണ് എന്ത് ചെയ്ത് പ്രോസ്പെറസ് ആയത്. സോ ഒരു പോളറൈസേഷനിലേക്ക് എന്ത് ചെയ്തു, അത് കൊണ്ടുവന്നു. അതേപോലെ തന്നെ പുവർ ആയിട്ടുള്ള പെസൻസിന് ഇതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഫെർട്ടിലൈസേഴ്സും അതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തു, പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. മണ്ണിന്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാളിറ്റി എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന് നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ് ഗ്രീൻ റവല്യൂഷന്റെ. സാധാരണഗതിയിൽ പോസിറ്റീവും നെഗറ്റീവും ചോദിക്കും, ഗ്രീൻ റവല്യൂഷനും എന്താന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗ്രീൻ റവല്യൂഷനും നെഗറ്റീവും പോസിറ്റീവും ആണ് ചോദിക്കാം. അപ്പൊ അത് മാർക്കിനനുസരിച്ച് ഇപ്പം നെഗറ്റീവും പോസിറ്റീവും മാത്രം ചോദിക്കുകയാണെങ്കിലും ഒരു 5 മാർക്കിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടത്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി 1967 ഇലക്ഷന്റെ കോണ്ടസ്റ്റ്. അപ്പൊ ഈ ഇലക്ഷന് ഒരുപാട് ഇലക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് മക്കളെ. അപ്പൊ അതില് ചില ഇലക്ഷൻസ് എന്ത് ചെയ്യും, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ഇന്ന വർഷമാണ്. 1967 ഇലക്ഷന്റെ കോണ്ടസ്റ്റ് എന്തായിരുന്നു, കോണ്ടസ്റ്റ് ഓഫ് ദ ഇലക്ഷൻ 1967 അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ചോദിക്കും. അപ്പൊ ആ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് പറയാം. ഒരുപാട് എക്കണോമിക് ക്രൈസിസ് ഉണ്ടായ ഒരു ഇലക്ഷൻ ആണ് ആ സമയം എന്ന് പറയുന്നത്. ഇന്ത്യ ചൈന വാർ നടന്നു 1962. 1965 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നു. മൺസൂൺ ഫെയിലിയർ ആയി, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ആയി, ഫുഡിന്റെ ഷോർട്ടേജ് വന്നു, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്കെ ഡ്രോപ്പ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അതേപോലെ തന്നെ റുപ്പീസിന്റെ ഡിവാലുവേഷൻ സംഭവിക്കുന്നു, അങ്ങനെയൊക്കെ വന്നു. ഇനി പ്രൈസ്, വില കയറ്റം കൂടിയത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് റൈസ് ഓഫ് എസെൻഷ്യൽ കമ്മ്യൂണിറ്റി, എല്ലാ എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസിന്റെയും എന്ത് ചെയ്തു, വില കൂടി വന്നു. ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ, സാധനത്തിന്റെ വില കൂടുന്നതിനനുസരിച്ച് പല രീതിയിലെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാൻ തുടങ്ങി. ഷോർട്ടേജ്, അൺഎംപ്ലോയ്മെന്റ് വന്നു. റാം മനോഹർ ലോഹിയ ആ സമയത്ത് നോൺ കോൺഗ്രസിസം എന്ന് പറയുന്ന ഒരു ടേം എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ആംഡ് അഗ്രേറിയൻ സ്ട്രഗിൾസ് ഉണ്ടായി. CPI നെക്സലൈറ്റ് മൂവ്മെന്റ് ഒക്കെ നടത്തുന്നത്. പിന്നെ CPIന്റെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് അതേപോലെ തന്നെ നെക്സലൈറ്റ് മൂവ്മെന്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടായിരുന്നു. സക്സഷനിസ്റ്റ് ഒക്കെ ലാസ്റ്റിലേക്ക് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ ഹിന്ദു മുസ്ലിം റയോട്ട്സ്, പല സ്ഥലങ്ങളിലും ഹിന്ദു മുസ്ലിം ലഹളകൾ നടന്നു. പിന്നെ നമ്മൾ ഓപ്പോസിഷൻ പാർട്ടി യൂണിറ്റി, ഓപ്പോസിഷൻ പാർട്ടീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഗ്രാൻഡ് അലയൻസ് ഫോം ചെയ്യുന്നു. SSP, PSP, ഭാരതീയ ജനസംഘ്, സ്വതന്ത്ര പാർട്ടി, അതേപോലെ തന്നെ ഭാരതീയ ക്രാന്തിദൾ കെയിം ടുഗദർ അണ്ടർ ദിസ് അംബർല. ഇവരെല്ലാം ഈ പറയുന്നത് എല്ലാവരും കൂടി ഒരു കുടക്കയിൽ ചേർന്നുകൊണ്ട് ഒരു ഒപ്പോസിഷൻ പാർട്ടി എന്ത് ചെയ്തു, ഗ്രാൻഡ് അലയൻസ് എന്ന് പറഞ്ഞിട്ട് ഫോം ചെയ്യുന്നു. ഇതൊക്കെ 1967 ഇലക്ഷന്റെ കോണ്ടസ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അടുത്തത് ഷാ കമ്മീഷൻ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ ഷാ കമ്മീഷൻ. ഷാ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത് ജനതാ ഗവൺമെന്റ് ആയിരുന്നു. നമുക്ക് എമർജൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എമർജൻസി കഴിഞ്ഞതിന് ശേഷം ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ആ സമയത്തുണ്ടായ ക്രമക്കേടുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജസ്റ്റിസ് JC ഷാനെ എന്ത് ചെയ്യാണ്, നമ്മള് ഇതിലേക്ക് കൊണ്ടുവരും. ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം നടത്തിയ ഫൈൻഡിങ്സ് ആണ് ഷാ കമ്മീഷന്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതിൽ പറഞ്ഞത് ഒരുപാട് അതിക്രമണങ്ങൾ, എക്സസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെനി എക്സസ് കമ്മിറ്റഡ് ഡ്യൂറിങ് ദ എമർജൻസി. അതേപോലെ തന്നെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ, നമ്മൾ കരുതൽ തടങ്കൽ എന്ന പേരിൽ ഈ വ്യക്തി കുറ്റം ചെയ്തേക്കാം, ശരിക്കും 3 മാസം അങ്ങനെ ഒരു വ്യക്തിനെ ജയിലിടാൻ പാടുള്ളൂ. ഒരു വ്യക്തി കുറ്റം ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് 1,11,000 ആളുകളോളം, 1,11,000 ആളുകളോളം എന്ത് ചെയ്തു, ജയിലിൽ കൊണ്ടിട്ടു. പ്രസ്സിന് ഒരു ഫ്രീഡം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ പ്രസ് സെൻസർഷിപ്പ് ടു പ്ലേസ് വിത്തൗട്ട് എനി പ്രോപ്പർ, ഒരു ലീഗൽ ആയിട്ടുള്ള വഴിയിലൂടെ പോവാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പത്രം അടിച്ചിറക്കാൻ, പത്രത്തിൽ ന്യൂസും കാര്യങ്ങളും അടിച്ചിറക്കാൻ പറ്റുന്നുണ്ടായില്ല. ഡൽഹിയിൽ പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ന്യൂസ് പേപ്പറിന് പ്രോപ്പറായിട്ട് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകളെ മാസ് സ്റ്റെറിലൈസേഷൻ, വന്ധ്യകരണം എന്ന് പറയും. പണ്ട് ആ എമർജൻസിന്റെ സമയത്ത് വണ്ടികളിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വണ്ടികളിൽ
ആണുങ്ങളൊക്കെ നമ്മളിപ്പോൾ നായകളെ കൊണ്ട് വന്ധ്യീകരണം ചെയ്യത്തില്ലേ, അതേ സ്റ്റെറിലൈസ് ചെയ്യില്ലേ, അതേപോലെ ആണുങ്ങളൊക്കെ മെനിനൊക്കെ പിടിച്ച് ആ വണ്ടി കൊണ്ടുപോയിട്ട് അവരെ സ്റ്റെറിലൈസ് ചെയ്ത് വിടുക, നമ്മളെ പോപ്പുലേഷൻ കുറയ്ക്കാൻ. അതൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ടർക്ക്മാൻ ഗേറ്റ് എന്ന് പറയുന്ന സ്ലം എന്ത് ചെയ്തു, പൂർണ്ണമായിട്ട് ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും, അത് ഇടിച്ച് തകർത്തു, അത് ഡിമോളിഷ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എമർജൻസി സമയത്ത്. ഇപ്പോൾ ഒരു റിപ്പോർട്ടിൽ ഒതുങ്ങാത്ത രീതിയിൽ അത്രക്കും മോശകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നതാണ് എമർജൻസി. ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഈ ഒരു എമർജൻസിനെ പീരീഡ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ബ്ലാക്ക് പീരീഡ് ആയിട്ട്, ബ്ലാക്ക് ചാപ്റ്റർ ആയിട്ട് ഇപ്പോഴും എമർജൻസിനെ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ മക്കളെ, നമുക്കിന്ന് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി പോകെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പം നല്ല രീതിയിൽ പഠിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾ പഠിച്ചത് എക്സാമിന് വരുള്ളൂ. അതിൽ കൂടുതലൊന്നും ആലോചിച്ച് യാതൊരു ടെൻഷൻസും കാര്യങ്ങളും വേണ്ട. നമ്മൾ +1 എന്താണോ പ്രെഡിക്റ്റ് ചെയ്തത് അത് തന്നെയാണ് എക്സാമിന്. അത്രയും ഈസി ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയേഴ്സിനെ അറിയെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രത്തോളം ഈസി ആയിരുന്നു നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ്. അതേപോലെ തന്നെയായിരിക്കും നമുക്ക് +2 പൊളിറ്റിക്കൽ സയൻസും. യാതൊരു വറീസും കാര്യങ്ങളും ഉണ്ടാവേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു സെക്ഷൻ ഇതേപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us, dears.